ചരിത്രം, സാഹിത്യം, നാട്ടറിവുകൾ, വിവർത്തനം, കവി എന്ന എല്ലാ നിലകളിലും ഇദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. വൈദ്യന്മാരുടെ ഇടയിൽ ഒരു നല്ല കവി കൂടിയാണ് ഇദ്ദേഹം. 5 വർഷത്തിന് മുന്നേ ഞാൻ വട്ടേനാട് സ്കൂളിൽ നിന്നും സംസ്കൃതം പഠിക്കുന്നതായ എന്റെ വിദ്യാർത്ഥികളുമായി ഇദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. അന്ന് വൈദ്യശാല ലൈബ്രറിയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ സന്ദർശനം. 9ാം ക്ലാസ്സിൽ ഒരു ആയുർവേദത്തെ പറ്റിയുള്ള ഒരു പാഠമുണ്ടായി. അതിൽ ഒരുപാട് സംശയങ്ങളും മറ്റും എനിക്ക് ദൂരീകരിച്ചു കൊടുക്കുവാൻ നിവൃത്തിയുണ്ടായി. ആ സമയത്താണ് ഇങ്ങനെ ഒരു ആശയം വരികയും വൈദ്യമഠത്തിൽ വരികയും കുട്ടികളുടേതായ എല്ലാ സംശയങ്ങൾക്കും അദ്ദേഹം ലളിതമായ രീതിയിൽ ഉത്തരം പറഞ്ഞു തരികയും എല്ലാം ഞങ്ങൾക്ക് തെറ്റുകുറ്റങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിന്റെ ആ സ്നേഹവും വാത്സല്യവും പാണ്ഡിത്യവും എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും. അറിവെന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണമല്ല. അത് നമ്മൾ മരണം വരെ നമ്മളൊരു വിദ്യാർത്ഥിയായിരിക്കണം. ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം സബ്രഹ്മചാരിഭ്യാം പാദം കാലക്രമേണ. നമ്മൾ സ്കൂളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും വെറും കാൽഭാഗം മാത്രമേ നമ്മൾ അറിവ് നേടുന്നുള്ളൂ. ബാക്കി കാൽഭാഗം എന്ന് പറയുന്നത് നമ്മൾ സ്വമേധയാ നേടേണ്ടതാണ്. ബാക്കിയുള്ള കാൽഭാഗമോ പണ്ഡിത ശ്രേഷ്ഠന്മാരെയും ഒക്കെ സമീപിച്ച് നേടുക. ബാക്കിയുള്ളതായ കാൽഭാഗം നമ്മളുടെ ജീവിതാവസാനം വരെ നമ്മൾ വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ട് നേടുക എന്നുള്ളതാണ് അതിന്റെ. പാരമ്പര്യ രീതിയിൽ ആയുർവേദം പഠിക്കുകയും നവീന കാലത്തും ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് അഷ്ടവൈദ്യൻ നാരായണ നമ്പൂതിരി. ആയുഷ വേദം, ആയുർവേദം, ആയുസിന്റെ അറിവ്. വൈദ്യൻ ആയുസിന്റെ പ്രഭുവല്ല, മറിച്ചോ ജീവിക്കുന്നവൻ യഥാസമയം യഥാവിധി വേണ്ടത് ചെയ്ത് അവന്റെ വിഷമങ്ങളിൽ നിന്ന് മുക്തി നേടിക്കൊടുക്കുകയും അവന് നേരായ മാർഗത്തിൽ ജീവിക്കുവാനുള്ള മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുകയാണ് ഒരു വൈദ്യന്റെ കടമ. രോഗനിവൃത്തിക്കല്ല പ്രാധാന്യം, ആരോഗ്യ സംരക്ഷണത്തിനാണ്. ഔഷധ സേവയല്ല പ്രാധാന്യം, പിന്നെയോ പഥ്യാചരണത്തിനാണ്. വാഗ്ഭടന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. വിനാ വിവേശജേർവ്യാധി പഥ്യാദേവ നിവർത്യതേ നതു പദ്യവിഹീനസ്യ ഔഷധാനാം സദൈരവി. ഔഷധങ്ങളൊന്നും കൂടാതെ തന്നെ പഥ്യാചരണം കൊണ്ട് മാത്രം നമ്മളുടെ രോഗം മാറുന്നതാണ്. എന്നാലോ 100 തരം ഔഷധം കഴിച്ചാലും പഥ്യം ആചരിച്ചില്ലെങ്കിൽ രോഗത്തിന് ശമനം ലഭിക്കുന്നതല്ല. ഇന്ന് ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു. പക്ഷേ ആ പുരോഗമനം എന്താണെന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനുമുള്ള മനുഷ്യന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും സമയമില്ല. മനുഷ്യനെന്ന പരിഷ്കാരത്തിന്റെ പിന്നാലെ പായുകയാണ്. പണ്ടുള്ളവർ എന്ത് അസുഖം വന്നാലും നമ്മുടെ വീട്ടുവളപ്പിലും തൊടിയിലും വഴിയോരങ്ങളിലും കാണുന്ന സസ്യങ്ങളാണ്, അമൂല്യങ്ങളായ സസ്യങ്ങളെ കൊണ്ടാണ് രോഗം മാറ്റിയിരുന്നത്. പക്ഷേ ഇന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വളപ്പിൽ സസ്യങ്ങളുണ്ടോ? എല്ലാം നശിച്ചിരിക്കുന്നു. വഴിയോരങ്ങളിലാകട്ടെ ഉള്ളതൊക്കെ വെട്ടി വെളുപ്പിക്കുകയാണ്. പിന്നെ എങ്ങനെ നമ്മൾ ഔഷധ സസ്യങ്ങളെ കൊണ്ട് രോഗം മാറ്റും? രോഗത്തിന് അടിമയാകാനേ മാർഗമുള്ളൂ. മാത്രമല്ല മനുഷ്യനെ പോലെ തന്നെ ഇന്ന് സസ്യങ്ങൾ രോഗത്തിന് അടിമകളാണ്. ഇന്ന് നമ്മളുടെ വീട്ടുവളപ്പിൽ ഒരു ഓമയില്ല, ഒരു മുരിങ്ങയില്ല, അങ്ങനെ എല്ലാം നശിച്ചിരിക്കുകയാണ് രോഗം മൂലം. ഇനി അതൊന്നും എല്ലാം നാമാവിശേഷമായിരിക്കുകയാണ്. നാസ്തിസസ്യം അനൗഷധം. ഈ ലോകത്ത്
ഒരു സസ്യവും ഔഷധ ഗുണമില്ലാത്തതായി ഇല്ലതൻ. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു. തക്ഷശിലയിൽ ജീവകൻ എന്ന് പറയുന്ന ഒരു രാജകുമാരൻ വിദ്യാഭ്യാസം വളരെ മിടുമിടുക്കനായിരുന്നു. അവൻ വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ എല്ലാ ശാസ്ത്രങ്ങളിലും നേടുകയുണ്ടായി. പക്ഷേ അവന്റെ മനസ്സിൽ എന്തോ ഒരു തൃപ്തിക്കുറവ്. കാരണം അവൻ ആയുർവേദത്തിൽ അഗാധമായ കൂടുതൽ പാണ്ഡിത്യം നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്തോ ഇനിയും നേടാനുണ്ട് എന്നുള്ളൊരു താല്പര്യം. അവൻ എന്തു ചെയ്തു? ആയുർവേദത്തിൽ വീണ്ടും അഗാധമായ പാണ്ഡിത്യം നേടണമെന്ന് വിചാരിച്ച് അഗ്നിവേശൻ എന്ന് പറയുന്ന ഒരു ഗുരുവിനെ സമീപിക്കുകയും അദ്ദേഹത്തിൽ നിന്നും ആയുർവേദത്തെ പറ്റി കൂടുതൽ അറിയുകയും അവസാനം എല്ലാം അറിഞ്ഞു എന്നുള്ള അവന്റെ ആയുർവേദത്തിൽ ബിരുദം ലഭിച്ചു. ആ ബിരുദദാന ചടങ്ങിൽ ഗുരു അവനെ വിളിച്ചു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. ഒരു യോജന ചുറ്റളവിലുള്ള സ്ഥലത്തു നിന്നും ഔഷധ ഗുണങ്ങളില്ലാത്ത ഒരൊറ്റ സസ്യമെങ്കിലും നീ കൊണ്ടുവന്ന് കാണിക്കണം. ശരി, അതിനാണോ അത്ര പ്രയാസം എന്ന് പറഞ്ഞു. അവൻ പോയി. പക്ഷേ അവൻ എത്ര ശ്രമിച്ചിട്ടും അങ്ങനെ ഒരു സസ്യം അവന് ലഭിച്ചില്ല. അതിൽ നിന്ന് എന്ത് മനസ്സിൽ അവൻ വിഷമത്തോടു കൂടി മടങ്ങി വന്നു. ഗുരു അവനെ സമാധാനിപ്പിച്ചു, നീ വിഷമിക്കണ്ട, നീ ഔഷധത്തെ പറ്റി അല്ലെങ്കിൽ ആയുർവേദത്തെ പറ്റി എല്ലാ അറിവും നേടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ ഒരു സസ്യം നിനക്ക് കണ്ടെത്താൻ കഴിയാഞ്ഞത്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? നാസ്തി സസ്യം അനൗഷധം. ഈ ഭൂമിയിൽ ഒരു സസ്യവും ഔഷധ ഗുണമില്ലാത്തതായി ഇല്ല. ഇതാണ് നമ്മൾ പറഞ്ഞത്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാരതീയ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ച കൃഷിപ്രോക്തമായ ആയുർവേദത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ ഇദ്ദേഹം ചെയ്ത ശ്രമങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ഈ നാടിനും നാട്ടുകാർക്കും എത്രയെത്ര നല്ല കാര്യങ്ങളാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. പുല്ലാണിക്കാട് ക്ഷേത്ര സമുച്ചയം അതിനൊരു ഉദാഹരണമാണ്. അതിന്റെ പുനരുദ്ധാരണത്തിനും നവീകരണത്തിനും എല്ലാം മുൻപന്തിയിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ബ്രഹ്മശ്രീ വൈദ്യനാരായണ നമ്പൂതിരിയാണ്. ഈ നാടിന്റെയും നാട്ടുകാരുടെയും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും ഉയർച്ചയ്ക്കുമുള്ള ഒരു കെടാവിളക്കായി ശോഭിക്കുന്നു ഇന്നിവിടെ. അതെന്നെന്നും ഇവിടെ ഓർമ്മയ്ക്കായി ഉണ്ടാവും. നമുക്കെല്ലാം മനഃശാന്തിക്ക് വേണ്ടി വന്നെത്താവുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ എല്ലാം അഭിമാനമായ ബ്രഹ്മശ്രീ വൈദ്യപടം നാരായണ നമ്പൂതിരി അവർക്കും അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരിയെയും സഹധർമ്മിണിയുമായ ശാന്താനർജനത്തിനും എനിക്കിവിടെ ഈ അവസരം നൽകിയ ക്ഷേത്രസമിതി ഭാരവാഹികൾക്കും നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.